പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നവ്യോന്യ ജേക്കബ് തുങ്കുഴി പിതാവിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷകളാണ്. നമുക്ക് പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ഇന്ന് നാം ധ്യാനിക്കുന്നത് ബാറൂക്ക് പ്രവചനം 4-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ തിരുവചനം. അവിടെ വചനം വെളിപ്പെടുത്താണ്: നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ യേശുവിനെ നാം അവഗണിച്ചു. എന്നിട്ട് പറയാണ്, നിങ്ങളെ പോറ്റിയ ജെറുസലേമിനെ നിങ്ങൾ വേദനയിലാഴ്ത്തി. ജെറുസലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, യഹൂദരെ സംബന്ധിച്ചത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്. പലപ്പോഴും പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ദേവാലയങ്ങളെ പോലും ദേവാലയത്തിൽ നിന്ന് ജെറുസലേം ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെ പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോഴെങ്കിലും ഒരു കച്ചവട മനോഭാവം നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വരുന്നുണ്ടോ എന്ന്. അതായത് ദേവാലയം അതൊരു ആത്മീയ കേന്ദ്രമാണ്. അവിടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആ ഒരു സ്പിരിറ്റ്, ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുമോ എന്ന് നമ്മൾ ഗൗരവമായ വിധത്തിൽ നമ്മൾ ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ചിട്ടി, കുറിക്കമ്പനി പരിപാടികളൊക്കെ നമ്മുടെ ദേവാലയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെയ്യുന്നത്. അത് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് ഇച്ചിരി ലാഭം കാര്യങ്ങളൊക്കെ കിട്ടിയാലും ആ ഇടവകയുടെ ആത്മീയ വളർച്ചയ്ക്ക് അത് ഗുരുതരമായ വിധത്തിൽ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ബിസിനസ് പള്ളിക്ക് പുറത്ത്, പള്ളിയുടെ അകത്തേക്ക് ബിസിനസ് കയറ്റാനായിട്ട് നമ്മൾ ആരെങ്കിലും, അപ്പോൾ ഇന്നത്തെ ശരിക്കും അതാണ്, നിങ്ങളെ പോറ്റിയ ജെറുസലേമിനെ നിങ്ങൾ വേദനയിൽ ആഴ്ത്തി എന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും അങ്ങനെയുള്ള ക്രിയകൾ ചെയ്താൽ പ്രിയ സഹോദരങ്ങളെ, ഒരു തലമുറ നമുക്ക് നഷ്ടപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് നിങ്ങളെ പരിപാലിച്ച നിത്യനായ ദൈവത്തെ നിങ്ങൾ വിസ്മരിച്ചു. ആ ദൈവത്തെ വിസ്മരിച്ച അടുത്ത കാര്യമാണ് ദേവാലയം കച്ചവട സ്ഥലമാക്കാനുള്ള ഒരു പ്രവണത നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ അത് കയറി വരും. നമുക്ക് ഈ 2 മേഖലകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ തുങ്കുഴി പിതാവിനെ പ്രത്യേകമായിട്ട് ഇന്ന് ഓർത്ത് പിതാവിന് വേണ്ടി ഒരു ജപമാലയൊക്കെ ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.